സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോകളാണല്ലേ ഇന്ന് ഇൻസ്റ്റ തുറന്ന മുഴുവനും. ഈ പരിപാടിയുമായി നടക്കുന്ന കുറേ സഹോദരന്മാരുണ്ട്. നല്ല കാര്യമാണ്, ഗിഫ്റ്റ് കൊടുക്കലും വാങ്ങലൊക്കെ നല്ലതാണ്. പക്ഷെ കൊടുക്കുന്ന സമയത്ത് ഇവർ തുടക്കത്തിൽ പറയുന്ന കുറച്ച് കളവുകളുണ്ട്. ചില സഹോദരിമാരൊക്കെ ചില വീട്ടിൽ പോയിട്ട് അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറയാൻ, നിങ്ങളുടെ ഭർത്താവ് എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്താണ് തുടങ്ങിയ കുറച്ച് നുണകളാണ് ആദ്യം പറയും. അവരാകെ പാനിക്കായി നിൽക്കുന്ന സമയത്ത് അവരോട് പറയും നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ വാർഷികല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഗിഫ്റ്റ് കൊടുക്കും. ഈ ഒരു രീതി ശരിയാണോ? എന്താണ് ഉസ്താദേ നിങ്ങളീ പറയുന്നത്? അതൊക്കെ തമാശക്ക് പറയുന്നതല്ല, അതൊക്കെ ഒരു കാര്യമാക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനീ പറയുന്നത് പേരിൽ മാത്രം മുസ്ലിമായവരോടല്ല, ഇസ്ലാമത്തെ വിശ്വസിക്കുന്ന ആളുകളോടാണ്. നമ്മുടെ എല്ലാ നേതാവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി സംസാരത്തിൽ കളവ് പറയുന്നവനാണ് നാശം, അവനാകുന്ന നാശം എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തമാശയിൽ പോലും കളവ് പറയുന്നത് ഉപേക്ഷിക്കുന്നത് വരേക്കും നിനക്ക് വിശ്വാസത്തിന്റെ പൂർണ്ണത പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ അവൻ തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല. എന്തിനു പറയുന്നത്? നമ്മുടെ ഉമ്മമാർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ മക്കൾ പറഞ്ഞാൽ കേൾക്കണില്ലെങ്കിൽ അവരങ്ങോട്ട് വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് നിനക്കത് അതിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടായി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരുടെ വിളിച്ചു വരുത്തും. വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും കൊടുക്കില്ല, കാരണം അവരുടെ വരാൻ വേണ്ടിയുള്ള ഐഡിയ ആണത്. ഈ ഒരു സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലുള്ള സമയത്ത് എൻ്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു, മോനെ ഇങ്ങോട്ട് വരൂ, ഞാൻ നിനക്ക് എന്തെങ്കിലും തരാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്താണ് അവന് കൊടുക്കാൻ ഉദ്ദേശിച്ചത്? അപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ അവന് ഈത്തപ്പഴമാണ് നൽകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ശരി, എന്നാൽ നിങ്ങളെങ്ങാനും അവനൊന്നും കൊടുക്കുമായിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ മേലെ ഒരു കള്ളം രേഖപ്പെടുത്തുമായിരുന്നു. അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വിളിച്ചിരുത്തി നമുക്കൊന്നും തന്നിട്ടില്ലെങ്കിൽ അതുപോലും കളവാണെന്നാണ് പറഞ്ഞത്. അത്രക്ക് പോലും കളവ് നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അപ്പം അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന സഹോദരന്മാരൊക്കെ തുടക്കത്തിലുള്ള കളവൊന്നും മാറ്റി വേറെ കുഴപ്പമില്ലാത്ത വല്ലതൊക്കെ പിടിക്കലായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നവരെന്ത് ചെയ്യുക, തുടക്കത്തിലുള്ള ഈ കളവ് കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കണം.